ലഭിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങളുടെ ബൈബിൾ തുറന്നു വയ്ക്കണം. റോമർക്കെഴുതിയ ലേഖനവും എഫേസ്യർക്കെഴുതിയ ലേഖനം, കൊലോസ്യർക്കെഴുതിയ ലേഖനം, എബ്രായർക്കെഴുതിയ ലേഖനമൊക്കെ നിങ്ങളൊന്ന് തുറന്നു വച്ചേക്കണം. വെളിപാട് പുസ്തകം, 1 യോഹന്നാൻ, ഈ ഭാഗങ്ങളിൽ നിന്ന് വേദഭാഗങ്ങൾ വായിക്കാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വചന ധ്യാനത്തിനായി നമ്മൾ വായിച്ചു കേട്ട എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. മതി, പ്രാർത്ഥിക്കാം. കൃപയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ ഈ മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ മുന്നിലായിരിക്കുന്ന ഈ ജനത്തെ അവിടുന്ന് ആത്മാവിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശു വഴി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെ അധികം കേട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. യേശുക്രിസ്തുവിൻ്റെ രക്തം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നതാണ് നമ്മളൊന്ന് ചോദിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെയധികം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ടോ? സംസാരിച്ച് കഴിഞ്ഞ വാക്കുകളല്ല, ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണ്. പണ്ട് ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അന്ന് ദൈവം സംസാരിച്ചപ്പോൾ ഭയങ്കരമായ, അടുത്തുകൂടാൻ പറ്റാത്ത, നിൽക്കാൻ കഴിയാത്ത, മോശയും പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അതാണ് പണ്ട് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ, അവർക്ക് കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് സീനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം. എന്നാൽ ഇന്ന് പുതിയ നിയമ കാലത്ത് ആ ഒരു ചിത്രമല്ല നമുക്കുള്ളത്. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ പേടിപ്പിക്കുന്ന ഒരു ചിത്രമല്ല. പിന്നെ എന്താണ്? വളരെ വ്യത്യസ്തമായ ഒരു ദൃശ്യമാണ്
നമ്മൾ കാണുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സംസാരിക്കുന്ന രക്തം എന്താണ്? അത് സംസാരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠകരമായ വസ്തുതയാണ് സംസാരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തം എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയാം. കയീൻ അനുജനായ ഹാബേലിനെ കൊന്നു. ദൈവം കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കയീൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഉൽപ്പത്തി 4:10 പറഞ്ഞു, നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. നാം അറിയുന്ന യേശുവും നീതിമാനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. യേശുവിനെയും ക്രൂശിച്ച് കൊലപ്പെടുത്തി. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു സംസാരിച്ചു. അതൊരു പ്രതികാരത്തിൻ്റെ നിലവിളിയല്ല, അതൊരു പക്ഷപാതത്തിൻ്റെ യാചനയുടെ സ്വരമാണ്. എന്താണെന്ന് നമുക്കറിയാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നത് എന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ഈ യേശുവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ചില കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി യേശുവിൻ്റെ രക്തം വിളിച്ചു പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. മതി. യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. യേശുവിനെ അംഗീകരിക്കുന്ന ഏതൊരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടുക എന്നത് വേദശാസ്ത്രപരമായ ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായി, കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കുക എന്നാണ് നീതീകരിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ വിസ്താരം നടക്കും. തെളിവിൻ്റെയും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദം നടന്നതിന് ശേഷം ജഡ്ജി ഒരു വിധി പ്രഖ്യാപിക്കും. ഒന്നുകിൽ നമ്മൾ കുറ്റവാളി എന്നോ അല്ലെങ്കിൽ നിരപരാധി എന്നോ ആയിരിക്കും ആ വിധി. ഇത് തന്നെയാണ് സ്വർഗീയ കോടതിയിൽ സംഭവിച്ചത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി വാദിക്കുവാൻ അഡ്വക്കേറ്റായ യേശു നമുക്ക് വേണ്ടി വാദിച്ചതുകൊണ്ട് നമ്മുടെ കുറ്റം, നമ്മുടെ പാപം, നമ്മുടെ ശാപം, നമ്മുടെ മേൽ വരാമായിരുന്ന എല്ലാ തിന്മയിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി വാദിച്ചതുകൊണ്ട്, പിതാവായ ദൈവം നമ്മുടെ ജഡ്ജി ആയതുകൊണ്ട് ആ വിധി നമുക്ക് അനുകൂലമായി തീർന്നു. എന്നെയും നിങ്ങളെയും നിഷ്കളങ്കരായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നാം ശിക്ഷയിൽ നിന്ന് മോചിതരായി. നമ്മൾ യഥാർത്ഥത്തിൽ നിരപരാധികളായതുകൊണ്ടല്ല
വേറെ ഒരാൾ നമ്മുടെ ശിക്ഷയുടെ കടം വീട്ടിയതുകൊണ്ടാണ് നാം രക്ഷപ്പെട്ടത്. അതെ, യേശുക്രിസ്തു നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്ത് മരിച്ചതുകൊണ്ടാണ്, തൻ്റെ രക്തം നൽകിയതുകൊണ്ടാണ് ഞാനും നിങ്ങളും നിഷ്കളങ്കരായി പാപമില്ലാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ചത്. വേദപുസ്തകം പറയുന്നത്, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ദൈവ മക്കളായി തീരുവാൻ, നീതീകരിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി വേദപുസ്തകം പറയുന്നത് നമ്മളെ വീണ്ടെടുത്തു എന്നാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യർ 1:7 പറയുന്നത്, അതെ, നമുക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്, നമുക്ക് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. എന്തിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തത്? നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തു എന്ന് യേശുവിൻ്റെ രക്തം വിളിച്ചു പറയുമ്പോൾ നമ്മെ ഏതിൽ നിന്നാണ് വീണ്ടെടുത്തത് എന്ന ചോദ്യം ഉയരുന്നു. മരത്തിന്മേൽ അല്ലെങ്കിൽ ക്രൂശിന്മേൽ തൂങ്ങുന്നവെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നതായ ആ ഇടത്തിൽ, ആ സാഹചര്യത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികളായ നമുക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാനാണ് ദൈവം അങ്ങനെ ചെയ്തത്. പാപം നിമിത്തം മനുഷ്യകുലത്തിന് ഏൽക്കേണ്ടി വന്ന അപരാധത്തിൽ നിന്ന്, യാതനകളിൽ നിന്ന് എല്ലാം, മനുഷ്യവർഗത്തിൻ്റെ മേൽ വന്ന പാപം നിമിത്തം കടന്നു വന്ന കഠിനമായ എല്ലാ തിന്മയുടെ അനുഭവത്തിൽ നിന്നും യേശുവിൻ്റെ രക്തം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. യേശുക്രിസ്തുവിൻ്റെ രക്തം നിരതദ്രവ്യമായി സ്വർഗീയ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ഞാനും നിങ്ങളും സ്വതന്ത്രരായി. കഷ്ടതയിൽ നിന്ന്, വേദനയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, എല്ലാ തിന്മയുടെ അനുഭവത്തിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ എന്നെ നിങ്ങളെയും വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുമുള്ള പദവി നമുക്ക് നൽകിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ പിശാച് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ഓർമ്മിച്ച് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മെ പിൻപോട്ട് വലിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പറയുന്നത് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ എല്ലാ ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. മൂന്നാമതായി യേശുവിൻ്റെ രക്തം നമ്മോട് പറയുന്നത് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നവർക്ക് വായിക്കാമോ? കൊലോസ്യർ 1:20. ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തിരം സമാധാനം ഉണ്ടാക്കി. ഗുണകരമായി സംസാരിക്കുന്ന,
യേശുവിൻ്റെ പുണ്യാഹ രക്തം വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു എന്ന്. ഇന്ന് ലോകത്തിന് മറ്റെന്തിനേക്കാളും ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. ലോകത്തിന് മാത്രമല്ല, രാജ്യത്തിന് ആവശ്യമായിരിക്കുന്ന സമാധാനമാണ്. കുടുംബങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. ഓരോ വ്യക്തിക്കും ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. പക്ഷെ മനുഷ്യൻ എപ്പോഴും സമാധാനം തിരയുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ നേടിയെടുത്താൽ, ബാങ്ക് ബാലൻസ് കൂട്ടിയാൽ, കുറേ എസ്റ്റേറ്റുകളോ ഷെയർ മാർക്കറ്റോ സുരക്ഷിതമായി സമാധാനമായി, ആ ഒരു ചിന്തയാണ് മനുഷ്യനെ വഴി നടന്നത്. അതുകൊണ്ട് എങ്ങനെയും ഏത് വിധനെയും കുറച്ച് പണം സമ്പാദിച്ചാൽ സുരക്ഷിതമായി സമാധാനമായി. വേദപുസ്തകം ചോദിക്കുന്നത്, യേശു ചോദിക്കുന്നത്, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? നമുക്കെല്ലാം നേടിയെടുക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരും. നമ്മുടെ നെട്ടോട്ടം കൊണ്ട് നമ്മുടെ ജീവിതം ഇന്ന് പലപ്പോഴും ആളുകൾ നമ്മൾ കൂട്ടത്തോടെയുള്ള ആത്മഹത്യകൾ, കുടുംബത്തോടെ അച്ഛനും അമ്മയും മക്കളുമെല്ലാം കൂട്ടത്തോടെ ആത്മഹത്യ. എന്താണ് കാരണം? പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ദൃശ്യമാധ്യമങ്ങളിൽ പറയുന്നത് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, തീർക്കാനാവാത്ത കടം, പരസ്യങ്ങളുടെയും സമ്മർദ്ദങ്ങൾ, മറ്റുള്ളവർ വാങ്ങിക്കുന്നത് എനിക്ക് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാതെ, അയൽക്കാരനുണ്ടെങ്കിൽ ബന്ധുവിനുണ്ടെങ്കിൽ എനിക്കും അതുപോലത്തെ കാറ്, എനിക്കും അതുപോലത്തെ വീട്, എനിക്കും അതുപോലത്തെ സാധനങ്ങൾ, അതിനുള്ള സാധ്യതയും സൗകര്യവും അതിനുള്ള വകയും എനിക്കുണ്ടോ എന്ന് ചിന്തിക്കാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആ കടം തീർക്കുവാൻ അതിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടി സമാധാനം നഷ്ടപ്പെട്ട് അത് ലഭിക്കാതെ വരുമ്പോൾ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ മനുഷ്യരും കുടുംബങ്ങളും ഈ ഭൂമിയിലുണ്ട്. സമാധാനത്തിന് വേണ്ടി മറ്റു കുറച്ച് പേർ ആശ്രയിക്കുന്നത് മദ്യക്കുപ്പികളിലാണ്. സമാധാനം അന്വേഷിക്കുന്നവർ, സമാധാനം തേടുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും മദ്യത്തിലാണ്, മയക്കുമരുന്നുകളിലാണ്, അസാന്മാർഗമായ ജീവിതത്തിലാണ്, യാതൊരു നിയന്ത്രണവുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. സമാധാനം അന്വേഷിക്കുന്നത് ആദ്യം കൂട്ടുകാരോട് ചേർന്ന് ഒരു ചെറിയ അളവിലായിരിക്കും. ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാം മറക്കാൻ ഒരു പെഗ്, ലാർജ്, സ്മാള്, ഇതൊക്കെ പിന്നെ ഒരുപാട് കുപ്പികളിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ആരോഗ്യവും ജീവിതവും മാനവും എല്ലാം നഷ്ടപ്പെട്ട് സമാധാനം ലഭിക്കാതെ, സമാധാനത്തിന് വേണ്ടി തുടങ്ങുന്നത് സമാധാനം ലഭിക്കാത്ത അവസ്ഥയിൽ നിരാശരായി കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. സമാധാനമില്ലാതെ അന്തിയുറങ്ങുന്ന എത്രയോ സഹോദരിമാർ, എത്രയോ ആളുകൾ, വ്യക്തികൾ സമാധാനം തേടുന്നുണ്ട്. അനിയന്ത്രിതമായ ലൈംഗിക ജീവിതം കൊണ്ട്. എൻ്റെ സഭയിൽ കഴിഞ്ഞ വർഷം ഒരു യുവാവും യുവതിയും വിവാഹം കഴിഞ്ഞ് 4-5 വർഷമായി 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. വിവാഹം കഴിഞ്ഞ് കുഞ്ഞ് ഒന്ന് പറക്കമുറ്റാർ എന്നു പറഞ്ഞാൽ കുറച്ച് അമ്മയിൽ നിന്നും മാറി നിൽക്കാറായപ്പോൾ ഈ ഭർത്താവ് PSCക്ക് ജോലിക്ക് വേണ്ടി കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ടാക്കി. കോച്ചിങ് ക്ലാസ്സിൽ പോയി വരുന്ന വഴിക്ക്
ബസ്സിലെ ഡ്രൈവറുമായി ഈ യുവതി പ്രണയത്തിലായി. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോൾ ഈ യുവതി പറയാണ്, ഞാൻ ഇത്രയും നാളും ഭാര്യയായി അഭിനയിക്കുകയായിരുന്നു, എനിക്ക് നിങ്ങളുടെ ജീവിതം വേണ്ട, നിങ്ങളോടൊത്തുള്ള ജീവിതം വേണ്ട. ഇതുവരെ ഞാൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഭയപ്പെട്ട് അവരെ മാനിച്ച് നിങ്ങളുടെ കൂടെ അഭിനയിക്കുകയായിരുന്നു, എനിക്കിനി മതി, മടുത്തു, ഞാൻ പോകുന്നു. മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. അവർ പറഞ്ഞിട്ട് കേൾക്കില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വനിതാ SI ഈ പറയപ്പെടുന്ന ബസ് ഡ്രൈവറെ വിളിച്ചു. അവൻ എടുത്തില്ല. നിരവധി തവണ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയിലാണ്, വണ്ടി ഓടിക്കുന്നു. മാതാപിതാക്കളോടൊപ്പം ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഭർത്താവും ആ കൈക്കുഞ്ഞും അവരുടെ വീട്ടിലേക്ക് പോന്നു. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചു, എൻ്റെ നിർബന്ധത്താലാണ് ഞാൻ ഭർത്താവിൽ നിന്നും പിരിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് പിരിഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞത് ഈ ബസ് ഡ്രൈവറോടൊപ്പം ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സ്വർണ്ണം എന്താ, എൻ്റെ വസ്തുത, എൻ്റെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഈ ഇറങ്ങിപ്പോയ ആളുമായിട്ട് വന്ന് ബഹളമുണ്ടാക്കി. വീണ്ടും കേസായി. പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കൊടുക്കണ്ട, ഒരു ഒത്തുതീർപ്പായിട്ട് കോടതി പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് ഈ ബസ് ഡ്രൈവർ അവളുടെ മണ്ട അടിച്ച് പൊട്ടിച്ചു, മൂക്ക് ഒലിച്ചു, കണ്ണും പൊട്ടി. ഇപ്പോൾ അവൻ്റെ പുറകെ നടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇത് ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളല്ല. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന് വേണ്ടിയാണ്. അനിയന്ത്രിതമായ ജീവിതം നയിച്ചതുകൊണ്ട്, മദ്യക്കുപ്പികൾക്ക് അടിമപ്പെട്ടതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് സമാധാനം യേശുവിൻ്റെ അടുക്കൽ മാത്രമേയുള്ളൂ. നീ ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും നിന്റെ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിനക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുമ്പോൾ ദൈവം തരുന്ന സമാധാനം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ലഭിക്കാതെ നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവെഴുത്ത് വളരെ ശക്തമായി നമ്മോട് പറയുന്നു. 4ാമത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വത്തായി, ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി ശുദ്ധീകരിച്ച് വേർതിരിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വത്താണ്. എന്നെയും നിങ്ങളെയും ദൈവം ദൈവത്തിൻ്റെ സ്വത്താക്കി തീർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മെ ദൈവം യേശുവിൻ്റെ രക്തം നൽകി, ചുടുനിണം നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വത്താക്കി തീർത്തിരിക്കുന്നു. സാത്താൻ നമ്മെ പരാജയപ്പെടുത്തി കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മിൽ തളിക്കപ്പെട്ടിരിക്കുന്ന
യേശുവിൻ്റെ രക്തം അത് പറയുന്നത്, സാത്താനെ, അവൻ്റെ മേലുള്ള അവളുടെ മേലുള്ള നിൻ്റെ നോട്ടം മാറ്റിക്കോ. നീ അവൻ്റെ മേൽ നിന്ന് നിൻ്റെ കൈ എടുത്തു മാറ്റ്. ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങി എൻ്റേതാക്കിയതാണ്. എന്നെയും നിങ്ങളെയും യേശു വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വത്താക്കി സൂക്ഷിക്കുന്നു എന്ന സത്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മൾ എത്ര വിലയുള്ളവരാണ് ലോകത്തിൻ്റെ മുമ്പിൽ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിങ്ങൾക്കും വില കൽപ്പിക്കുന്നില്ല എങ്കിലും ദൈവം വിലയില്ലാത്ത എന്നെയും നിങ്ങളെയും വില കൊടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാക്കി, മാന്യനാക്കി, വിലയുള്ളതാക്കി യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വരഞ്ഞ് അവൻ അടച്ച്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 139 സംഗീതത്തിൽ പറയുന്നത്, നിൻ്റെ മുമ്പും പിൻപും അടച്ച് ഞാൻ എൻ്റെ കൈ നിൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും എന്നെ നിങ്ങളെ മുമ്പും പിൻപും അടച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഇത്ര അത്ഭുതകരമായി സന്തോഷകരമായി ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മത കൊണ്ടല്ല. ഒരു ദൈവം, എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നെയും നിങ്ങളെയും അടച്ച് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. യേശു തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാക്കി, ദൈവത്തിൻ്റെ സ്വത്താക്കി എന്നെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിത്ര സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നത്. നമ്മൾ യേശുവിനായി നമ്മുടെ ഹൃദയം സമർപ്പിക്കുമ്പോൾ നമ്മളൊരു പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയുള്ള ആ പ്രവേശനം അതെല്ലാം നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി. പഴയതെല്ലാം കഴിഞ്ഞുപോയി കണ്ടാലും ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ നിങ്ങളെയും ദൈവത്തിൻ്റെ സ്വത്താക്കി ദൈവം സൂക്ഷിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായി വേദപുസ്തകം പറയുന്നത്, എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 20, 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 20, 21 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിത്യ നിയമം കൊണ്ട് നമ്മെ, നിത്യ നിയമത്താൽ നമ്മെ വീണ്ടെടുത്ത് യേശുവിൻ്റെ രക്തത്താൽ നിത്യ നിയമം കൊണ്ട് ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുന്നു. ഈ നിത്യ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം യേശുവിൻ്റെ രക്തം വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് നിത്യമായ രക്ഷയുണ്ട്. നിത്യമായ രക്ഷയാണ്, നിത്യമായ രക്ഷയിലേക്കാണ് യേശുവിൻ്റെ രക്തം നമ്മെ വഴി നടത്തുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നത്, നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിത്യമായിട്ടാണ്. കുറച്ച് വർഷങ്ങൾക്കല്ല, കുറച്ച് നാളുകൾക്കല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കുറേ നാളുകൾക്കായിട്ടല്ല നമ്മെ രക്ഷിച്ച് നിത്യമായ ജീവനിലേക്ക്, ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു കാത് കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അനിത്യമായ അനുഭവത്തിലേക്കാണ് യേശു നമ്മെ വഴി നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ദൈവത്തിൻ്റെ നിത്യമായ രക്ഷയുടെ അവകാശികളാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത, താൽക്കാലികമല്ലാത്ത നിത്യമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ അനുദിനം വഴി നടത്തുന്നു. ആ യേശുവിൻ്റെ രക്തത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, യേശുവിൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ച് എന്നെ സ്വന്തമാക്കി നിത്യമായ രക്ഷ എനിക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ആലയത്തിലേക്ക് നമ്മുടെ പൈതങ്ങളെ തിരുവാലയത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. എപ്പോഴാണ്? തിരുസ്നാനത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ പട്ടക്കാരൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലും മാർവിടത്തിലും നിന്നെ ക്രൂശിലെ രക്തം, ക്രൂശ് നിന്നെ രക്ഷിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി നിന്റെ നെറ്റിയിലും നിന്റെ മാർവിടത്തിലും ക്രൂശിൻ്റെ അടയാളം വരച്ച് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിച്ചിരിക്കുന്നു. അന്ന് എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്: മശിഹയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഈ തിരുസ്ഥാനത്തിലൂടെ ഞാൻ മശിഹയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ വഴികളെയും ഉപേക്ഷിക്കുന്നു. ഈ പൈതൽ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾക്ക്, തിരുസഭയ്ക്ക് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നിന്നെ ദൈവത്തിൻ്റെ പൈതലാക്കിയിരിക്കുന്നു. നീ പിശാചിനെ ഉപേക്ഷിച്ച് മശിഹയെ സ്വീകരിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ, ഈ ദൈവിക അനുഭവത്തിൽ വളർന്നു വരുവാൻ ചിലപ്പോൾ നമ്മൾ ജ്ഞാനമാതാപിതാക്കളെ ചുമതലപ്പെടുത്തും. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ ദൈവത്തിൻ്റേതാണ്, നിത്യമായ ജീവനിലേക്കാണ് നീ വളരേണ്ടത് എന്ന് അവനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ, അവനെ ഓർമ്മപ്പെടുത്തുവാൻ ജ്ഞാനമാതാപിതാക്കളെ വയ്ക്കും. സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലേക്ക് അയക്കുന്നത്. മുതിർന്നുമ്പോൾ യുവജന സംഘത്തിലും സൃജന സഖ്യത്തിലുമൊക്കെ ഈ രക്ഷയുടെ നിത്യമായ ജീവൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുത്ത് വളർത്തുന്നത്. നമ്മളുടെ മക്കൾ, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണ് തുറക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ? നമുക്ക് അവർക്ക് വേണ്ടി ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ നമ്മളതൊക്കെ കൊടുക്കും. ബൂസ്റ്റോ, ഹോർലിക്സോ, ഒരുപാട് ഈ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന വൈറ്റമിൻ അടങ്ങിയ എല്ലാം നമ്മൾ വാങ്ങിച്ച് കുത്തി ഇറക്കി വളരെ കാക്കയെ കാണിച്ച്, പട്ടിയെ കാണിച്ച്, പൂച്ചയെ കാണിച്ച് നമ്മൾ ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ വളരുന്നതനുസരിച്ചുള്ള പോഷക മൂല്യങ്ങൾ കൊടുത്ത് വളർത്തുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതോടൊപ്പം ഈ കുഞ്ഞിന് നമ്മൾ കൊടുക്കേണ്ട ആത്മീയ ഭോഷണം എത്രമാത്രം നമ്മൾ അതിൽ ഉത്സാഹമുള്ളവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ നൽകി വളർത്തി വലുതാക്കുന്നതിൽ മാതാപിതാക്കളായ നമ്മുടെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട്. പലപ്പോഴും നമ്മൾ ഭവനത്തിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത്, അച്ചോ അവനെ കൊണ്ട് ഞാൻ തോറ്റു, അവളെ കൊണ്ട് ഞാൻ തോറ്റു. ഞങ്ങൾ വരും അച്ചോ, ഞങ്ങൾ വിളിക്കും, രാവിലെ വിളിക്കും, ഞങ്ങൾ വരും. അവർ കിടന്ന് ഉറക്കമാണ്. രാത്രി മുഴുക്ക ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട്, രാത്രി മുഴുക്ക മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് രാവിലെ ഉണരും, തലവഴി മൂടിക്കൊണ്ട് കിടക്കും. വച്ചോ വിളിച്ചാൽ വരില്ല, എത്ര വിളിച്ചാലും വരില്ല. കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നില്ല, ട്യൂഷന് വിട്ടു, അങ്ങനെയൊക്കെ വിട്ടു. ഇപ്പോൾ മുതിർന്നപ്പോൾ വിളിച്ചാൽ വരുന്നില്ല. ആരുടെ കുഴപ്പമാണ്? അച്ഛൻ്റെ കുഴപ്പമാണ്. നമ്മളതാണ് പറയണത്. നമ്മൾ വീട് സന്ദർശിക്കാൻ പറയുമ്പോൾ പറയുന്ന പറച്ചിലിതാണ്, മോള് കെട്ടിക്കാറായി, മോൻ പെണ്ണ് കൊണ്ടുവരാറായി, പക്ഷേ പള്ളിയിൽ വരില്ല, ഉറക്കം. മറ്റെല്ലാത്തിനും സമയമുണ്ട്. കുഞ്ഞുങ്ങളെ ചൊട്ടയിലെ ശീലം ചുടല വരെ കൊടുക്കേണ്ട സമയത്ത് വളർത്തേണ്ട രീതിയിൽ വളർത്താതെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും പോലെ അവർ കേൾക്കില്ല. നമ്മൾ ചെയ്യേണ്ട കതിരിന്മേൽ വളം വയ്ക്കുന്ന പ്രയോഗം ചെറുതായിരിക്കുമ്പോൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ മാതാപിതാക്കൾ നാളെ ദുഃഖിക്കേണ്ടി വരും.
അതുകൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുത്ത് നിത്യ ജീവൻ്റെ അവകാശികളാക്കിയിരിക്കുന്നു. കുറച്ചു കാലം ജീവിച്ച് ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന, ഈ ഭൂമിയോട് ചേരുന്ന ഒരു ജീവിതമല്ല നമുക്കുള്ളത്. നമ്മൾ വിശ്വാസ പ്രമാണം ഓരോ പ്രാവശ്യവും നമ്മൾ പറയുമ്പോൾ ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് ശരീരത്തിൻ്റെ പുനരുത്ഥാനവും ഉണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ വെന്ത് വെണ്ണീറായി തീർന്നാലും ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ പോയി താണു പോകാം, മീൻ തിന്നുകൊണ്ട് പോകാം. ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ച് വയനാട്ടിൽ ഒരു തലയോട്ട് കിട്ടിയെന്നും ഒരു കൈ കിട്ടിയെന്നും DNA നോക്കി ഇന്നേരുടേതാണെന്ന് പറഞ്ഞ് ഒക്കെ കൊണ്ടുവയ്ക്കാം. പക്ഷെ എങ്ങനെ ഈ ഭൂമിയിൽ ആയിപ്പോയാലും ഒരു നാൾ ഈ നിത്യമായ ജീവൻ അവകാശിയാകാൻ കാന്തം കൊണ്ടുവയ്ക്കുമ്പോൾ ഇരുമ്പിൻ്റെ കഷണങ്ങൾ അടുക്കുന്നത് പോലെ ഭൂമിയിൽ ചാരത്തോട് ചാരമായാലും വെന്ത് വെണ്ണീറായാലും കടലിൽ താണുപോയാലും പക്ഷിമൃഗാദികൾ തിന്നാലും. എന്നാൽ വയനാട്ടിൽ ഒരു പുലി ഒരു സ്ത്രീയെ തിന്നു ഒടുക്കം ആ പുലിയും ചത്തു. പുലിയുടെ വയറ് കീറിയപ്പോൾ കാതും കമ്മലും ഒക്കെ അതിലുണ്ടായിരുന്നു എന്നാണ്. അപ്പം എങ്ങനെ നഷ്ടപ്പെട്ടു പോയാലും ഒരു നാൾ ഈ നിത്യമായ ജീവൻ്റെ അവകാശത്തിനായി ഞാനും നിങ്ങളും വരേണ്ടവരാണ്. അതുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെയും തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി എല്ലാ അധികാരവും അവകാശവും നൽകി ദൈവമക്കളായി ജീവിക്കുവാൻ, നിത്യമായ ജീവൻ്റെ അവകാശത്തിൽ ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയതെല്ലാം യേശു ചെയ്തിരിക്കുന്നു. നമ്മളത് കേൾക്കുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ എല്ലാവരും ജീവിക്കുന്നത് പോലെ, എല്ലാവരും പള്ളിയിൽ പോകുന്നത് പോലെ, എല്ലാവരും കോവിൽ പോകുന്നത് പോലെ എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും തിരുവത്താഴം എടുക്കുന്നു, ഞാനും തിരുവത്താഴം എടുക്കുന്നു. എല്ലാവരും പാടുന്നു, ഞാനും പാടുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. നീ ആരാണ്? നിനക്കെന്താണ് നൽകിയിരിക്കുന്നത്? നീ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മൾ വെറുതെ അല്ല ഈ ആലയത്തിൽ വരുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചുടുചോര നൽകി എന്നെയും നിങ്ങളെയും എല്ലാ തിന്മയിൽ നിന്നും എല്ലാ നാശത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവമക്കളാക്കി വെറുതെ അല്ല, ദൈവം വില കൊടുത്താണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ കാൽവരി ക്രൂശിൽ അനുഭവിച്ച വേദനകളുടെ, അവൻ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളുമെന്ന തിരിച്ചറിവ് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒരു കാര്യം കൂടെ പറയുന്നു, യോഹന്നാൻ്റെ 1 യോഹന്നാൻ 1:7 പറയുന്നു. 1 യോഹന്നാൻ 1:7 വായിക്കാമോ? നാം പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തം കൊണ്ടാണ്. കഴുകൽ പ്രാപിച്ചത് യേശുവിൻ്റെ രക്തം കൊണ്ടാണ്. അതെ, ശുദ്ധീകരണം ലഭിച്ചവരാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. നമ്മൾ ഒരേ സമയം വിശ്വാസികളായ നമ്മൾ ഒരേ സമയം പാപികളാണ്, അതേപോലെ തന്നെ വിശുദ്ധരാണ്. വിശുദ്ധരായത് എങ്ങനെയാണ്? നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ രക്തത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്. ദൈവമകനായി തീർന്നതിനു ശേഷം അബദ്ധവശാൽ പാപം ചെയ്തു പോയി എന്ന് കരുതുക, നമുക്ക് ആശയ്ക്ക് വകയുണ്ട്. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് നമ്മുടെ ജീവിത വഴികളിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയാൽ, എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയാൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തം ഉടൻ പ്രഖ്യാപിക്കും, നിങ്ങൾ ശുദ്ധിയുള്ളവനാണ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഓരോ ആരാധനയ്ക്കും വന്ന്
എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയായി വിളിക്കുകയും നിയമിക്കുകയും ചെയ്യപ്പെട്ട ശുശ്രൂഷകനായ ഞാൻ നിങ്ങളുടെ ഏറ്റുപറച്ചിന്മേൽ നിങ്ങളുടെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തത്താലാണ് ആ മോചനം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കാം, ബാങ്കിൽ പോയി ലോൺ എടുക്കാം, മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാം, എല്ലാം വാങ്ങാം. പക്ഷേ എവിടെയെങ്കിലും പോയി എനിക്ക് ശകലം പാപമോചനം വേണം, എവിടെയെങ്കിലും കിട്ടുമോ? ഈ ലോകത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് ഈ സഭയ്ക്കാണ്, തിരുസഭയ്ക്കാണ്. വിശ്വാസികൾ എവിടെ കൂടി വരുന്നോ അവിടെയാണ് സഭ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്നിടത്ത് പാപമോചനമുണ്ട്. എവിടെ പാപമോചനമുണ്ടോ അവിടെ ജീവനും ശക്തിയുമുണ്ട്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ മന്ദിരമാക്കി വചനത്താലും സക്രമെന്റുകളാലും നമ്മെ വിശുദ്ധീകരിച്ച് ദൈവം ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടുകൂടെ ജീവിതത്തിൽ സമയം കണ്ടെത്തി ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ഇതെല്ലാം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. നമ്മൾ പണം കൊടുത്ത് നേടുന്നതല്ല. ദൈവം തൻ്റെ രക്തത്താൽ, യേശു തൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിച്ച് ദൈവമക്കളായി കാക്കുന്നു എന്ന സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 12:11. യേശുവിൻ്റെ രക്തത്തെ സ്വീകരിച്ചവളോട് ആ രക്തം വിളിച്ചു പറയുകയാണ്, വിജയം നിങ്ങളുടേതാണ്, വിജയം നമുക്കുള്ളതാണ്. പുതിയ നിയമത്തിലേക്കുള്ള കരാറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞുവെങ്കിൽ അതിന് പിന്നെ ഒരു പുതിയ അർത്ഥമാണ്. നമ്മിൽ പരാജയം വിതയ്ക്കുന്ന സാത്താൻ്റെ മേൽ നമുക്കാണ് വിജയം. നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയും. കാരണം യേശുവിൻ്റെ രക്തം നമ്മിലുള്ളതുകൊണ്ട് നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയും. സാത്താൻ ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. രക്തത്താൽ നമ്മൾ ജയം നേടുകയാണ്. സാത്താൻ പരാജയപ്പെടുത്തുവാൻ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് ധൈര്യമായി സാത്താനെ വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയും. ഹേ സാത്താനെ, നീ എൻ്റെ മേൽ നോക്ക്, എൻ്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിലേക്ക് നോക്ക്. അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാത്താന് കഴിയുകയില്ല. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. നമ്മെ ഒരിക്കലും പരാജയപ്പെടുത്തി, നമ്മെ ഇല്ലാതാക്കി, നമ്മെ നിരാശപ്പെടുത്തി, നമ്മെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിയുകയില്ല. ഇന്ന് സഹായദാസ് സാറ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആദ്യം ഒരു വചനം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്ക്, ഞാൻ ചത്താലും എന്നെ കൊന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. ഭാര്യ പോലും പറഞ്ഞു, ഇത്രയൊക്കെ ആയില്ലേ, നീ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തുകളക. യേശുവിൻ്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പിശാചിന് ഒരിക്കലും, നമുക്ക് രോഗം വരാം, ദുരിതം വരാം, കഷ്ടതകൾ വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷേ യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ രക്തം എൻ്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പും നിശ്ചയവും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനാണ്, നശിച്ചു പോകാനല്ല, വിജയം വരിക്കുവാനാണ്, അനുഗ്രഹിക്കപ്പെടുവാനാണ് യേശു തൻ്റെ രക്തത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്.
മറ്റൊരു കാര്യം കൊണ്ടും നമുക്ക് വിജയിക്കാം. സാക്ഷ്യവചനം കൊണ്ട് ജയിക്കാമെന്നാണ് നമ്മൾ വായിച്ചത്. നമുക്ക് ധൈര്യമായി പറയാം, സാത്താനെ, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാനത് പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, അബ്രഹാമിന് ദൈവം കൊടുത്ത എല്ലാ വാഗ്ദത്തവും ക്രിസ്തുയേശുവിൽ ജാതികളായ എനിക്കും നിങ്ങൾക്കും അവകാശമാക്കിയിരിക്കുന്നു എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിന് എന്തൊക്കെ അവകാശങ്ങൾ കൊടുത്തോ, എന്തൊക്കെ വാഗ്ദത്തങ്ങൾ നൽകിയോ, ആ വാഗ്ദത്തങ്ങൾ എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ വചനത്തിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നോ അത് നൽകി നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ഉറപ്പും നിശ്ചയവും നമുക്ക് വേണം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവനെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ ദൈവത്തിലുള്ള യേശുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തോടെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. കായബലം കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ സാത്താനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കൊണ്ടും നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. സാത്താനെ പരാജയപ്പെടുത്താൻ ഒരേ ഒരു വഴി യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തിൽ, യേശുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ വേദപുസ്തകം 7 കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. 1, യേശുവിൻ്റെ രക്തം നമ്മെ നീതീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ ദൈവത്തിൻ്റെ സ്വത്താക്കി തീർത്തിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ വിജയികളാക്കി തീർക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ നിത്യജീവനായി, നശിച്ചു പോകുന്ന താൽക്കാലികമായ ഒരു ജീവിതത്തിനായിട്ടല്ല, നിത്യമായ ജീവിതം. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം അല്പകാലത്തേക്കുള്ളതാണ്. നിത്യമായ ഒന്നുണ്ട്. ആ നിത്യമായതിലേക്ക് നടന്നു നീങ്ങുവാൻ ആവശ്യമായ ബലം ദൈവം യേശു കർത്താവിലൂടെ, യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് നൽകുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തെ ബലപ്പെട്ട് ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ ഇന്നും എന്നും കാക്കുമാറാകട്ടെ. ആമേൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.